ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിനീതിന്റെ കൈകൾ സ്റ്റെയറിംഗിൽ ഇങ്ങനെ വരിഞ്ഞു മുറുകിയിരുന്നു. അവന്റെ കണ്ണുകളിൽ അടങ്ങാനാവാത്ത ദേഷ്യം എരിയുന്നുണ്ടായിരുന്നു. പിൻസീറ്റിലിരുന്ന് ഗംഗയുടെയും കാവേരിയുടെയും നടുവിലിരുന്ന് യമുന വിതുമ്പിക്കരയാണ്. ആകെ പേടിച്ച് വിറച്ച് ആകെ തളർന്നുകൊണ്ട് തന്നെ ഒരു കൊച്ചു കുട്ടിയെ പോലെ അവൾ ഗംഗയുടെ തോളിലേക്ക് ചാരി അവളുടെ കണ്ണുനീർ ഗംഗയുടെ സാരി തുമ്പിൽ ഇങ്ങനെ നനച്ചുകൊണ്ടിരുന്നു. കരയാതിരിക്കുക യമുനെ, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി ആരും നിന്നെ ഒന്നും ചെയ്യില്ല. ഗംഗ അവളുടെ മുടിയിലൂടെ ഇങ്ങനെ വിരലോടിച്ചുകൊണ്ട് തന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ യമുനയുടെ ഉള്ള അപ്പോഴും ഭയം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. അമ്മക്ക് ഭയങ്കര സങ്കടമായി കാണും അല്ലേ ഗംഗേച്ചി? ഇടറുന്ന ശബ്ദത്തോടു കൂടി യമുന ചോദിച്ചു. എന്നെ കാണാതെ വന്നപ്പോൾ അമ്മ വല്ലാതെ വിഷമിച്ചിട്ടുണ്ടാവും. ഗംഗ നെടുവീർപ്പിട്ടു. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ യമുനെ, നിന്നെ കാണാനില്ല എന്ന് അറിഞ്ഞ നിമിഷം മുതൽ അമ്മയും രാധമ്മയും ജീവൻ കയ്യിൽ പിടിച്ചായിരിക്കുന്നത്. ആർക്കും ഒരു സമാധാനവുമില്ലായിരുന്നു. യമുനയുടെ മുഖത്ത് വീണ്ടും ഭയം നിഴലിച്ചു. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ട് വീണ്ടും തുടങ്ങിയിരുന്നു. നാട്ടുകാരൊക്കെ വിവരങ്ങൾ അറിഞ്ഞു കാണുമോ ഗംഗേച്ചി? എല്ലാവരും എന്നെക്കുറിച്ച് തെറ്റായ രീതിയിലൊക്കെ ആയിരിക്കില്ലേ ചിന്തിക്കുന്നത്? ഒരു രാത്രി മുഴുവൻ ഞാൻ വീടിന് പുറത്തായിരുന്നല്ലോ. അതുവരെ മിണ്ടാതിരുന്ന കാവേരി പെട്ടെന്ന് ഇടപെട്ടു. അവളുടെ സ്വരത്തിൽ ദൃഢതയുണ്ടായിരുന്നു. എന്തിനാ യമുനെ നീ ഇല്ലാത്ത കാര്യങ്ങളങ്ങനെ ആലോചിച്ച് കാടു കയറുന്നത്? ആരെന്ത് വിചാരിച്ചാലും നമുക്കെന്താ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അനാവശ്യമായി ചിന്തിച്ച് നീ തന്നെ നിന്റെ മനസ്സ് കേടുവരുത്തരുത്. ഇതേ സമയത്ത് തന്നെ വിനീത് യമുനയെ നോക്കി പറഞ്ഞു. കാവേരി പറഞ്ഞതാ ശരി, കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ യമുനെ. നമ്മൾ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി നിന്നെ കൂട്ടിക്കൊണ്ടുവന്നില്ലേ? ഇനിയിപ്പോൾ നാട്ടുകാരുടെ വർത്തമാനം കേട്ട് നീ വിഷമിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. പക്ഷേ ആ വാക്കുകൾക്കൊന്നും യമുനയുടെ ഉള്ളിലെ ഭയത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. കാറിന്റെ ഡിക്കിലോ പിൻഭാഗത്തോ ആയി കുറെ കയറുകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടുണ്ട്. തല്ലുകൊണ്ട് അവശയായി ചുരുണ്ടു കൂടിക്കിടക്കുന്ന വിശാലിനെ കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവന്റെ സാന്നിധ്യം തന്നെ അവളിൽ അറപ്പും പേടിയും നിറച്ചു. പെട്ടെന്നാണ് യമുനയുടെ മുഖം വേദന കൊണ്ട് ചുളിഞ്ഞത്. അവൾ അറിയാതെ ഒന്ന് അങ്ങ് അമർന്നു പോയി. അയ്യോ, എന്താ പറ്റിയത് യമുനെ? ഗംഗ പരിഭ്രമത്തോട് ചോദിച്ചു. എനിക്ക് വല്ലാതെ വേദന എടുക്കുന്നത് ഗംഗേച്ചി. യമുന തന്റെ തോളിന്റെ ഭാഗത്ത് കൈ വെച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞു. അവൻ ആ വിശാലനെ ഒരുപാട് ഉപദ്രവിച്ചു, ഒരുപാട് തല്ലി. ആ വാക്ക് കേട്ടപ്പോൾ കാവേരിയുടെ സിരകളിലൂടെ തീ പാഞ്ഞു. അവളുടെ കണ്ണുകൾ ചുവന്നു. സ്വന്തം മനുഷ്യത്തിയുടെ ദേഹത്ത് മറ്റൊരാൾ കൈവച്ചു എന്ന് സ്വന്തം അവൾക്ക് സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമായിരുന്നു. വണ്ടി നിർത്തട, കാവേരി അലറി. വിനീത് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. കാർ റോഡരികിലേക്ക് മാറ്റി നിർത്തി. വണ്ടി നിന്നപ്പോൾ കാവേരി ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി. അവൾ നേരെ വിശാലിനെ കടത്തിയ ആ ഒരു ഭാഗത്തേക്കങ്ങ് പാഞ്ഞെടുത്തു. അവനെ കണ്ടപ്പോൾ കാവേരിയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും അങ്ങ് നഷ്ടപ്പെട്ടു. എടാ പരമദ്രോഹി, നീ എൻ്റെ അനുജത്തിയെ അമ്മാതിരി ഉപദ്രവിച്ചോടാ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവൾ വിശാലിനെ നേരെ അങ്ങ് പാഞ്ഞു കയറി. കിട്ടിയതൊക്കെ വെച്ച് അവനങ്ങ് തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. അടികൊണ്ട് അവശനായ വിശാലിനെ പ്രതിരോധിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. മാറ് കാവേരി, മാറി നിൽക്കാനേ. നിവിനും വിനീതും കാറിൽ നിന്നും ഇറങ്ങി ഓടി വന്ന് കാവേരിയെ ബലമായിട്ട് അങ്ങ് പിടിച്ചു മാറ്റി. വിടടാ എന്നെ, ഞാൻ അവനെ ഇന്ന് കൊല്ലും. എൻ്റെ യമുനയെ തൊടാൻ മാത്രം ധൈര്യം അവന് വന്നോ? കാവേരി കുതിര മാറാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ അലറി. വിനീത് അവളെ ബലമായി പിടിച്ച് പുറത്തേക്ക് മാറ്റി നിർത്തി. ഇനി അവനെ തല്ലേണ്ട കാവേരി, ഇങ്ങനെ തല്ലിയ അവൻ അങ്ങ് ചത്തുപോകും. ചാവട്ടെ, അവനെ പോലുള്ളവർ ജീവനോടെ ഇരിക്കാനൊന്നും പാടില്ല. കാവേരി രോഷം അടക്കാനാവുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. നിവിൻ യമുനയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. സാരമില്ല യമുനെ, പോട്ടെ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ ഫ്രോഡിനെ നീ വിശ്വസിച്ചു പോയി. അതാണ് നീ ചെയ്ത ഒരേ ഒരു തെറ്റ്. വിനീതും അത് ശരിവെച്ചു. അതേ യമുനെ, ഇനിയിപ്പോൾ നിന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ലല്ലോ. അവൻ്റെ അച്ഛനും ഇവനും കൂടി ചതിച്ചെടുത്ത ആ ഒരു തോട്ടം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേരിലേക്ക് തന്നെ തിരിച്ചു തരാമെന്ന് പറഞ്ഞല്ലേ അവൻ നിന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇവരെ പോലുള്ള ഫ്രോഡിനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. പോട്ടെ, നടന്നത് നടന്നു. വണ്ടിയിൽ കയറി, നമുക്ക് പോവാം. അവർ കാവേരിയെയും ഗംഗയെയും ആശ്വസിപ്പിച്ച് തിരികെ വണ്ടിയിൽ കയറ്റി. കാറ് വീണ്ടും മുന്നോട്ട് കുതിച്ചു. പക്ഷേ കാവേരിയുടെ മനസ്സിലെ ആ ഒരു കനൽ അപ്പോഴും കെട്ടടങ്ങിയിരുന്നില്ല. ജയപാലിനോടും ആ കുടുംബത്തോടുമുള്ള പക അവളുടെ ഉള്ളിൽ തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. ഇതേസമയം അരവിന്ദന്റെ വീട്ടിൽ വല്ലാത്ത സംഘർഷാവസ്ഥ നിലനിൽക്കുകയായിരുന്നു. ജയപാലനും അവന്റെ ഭാര്യ പ്രവീണയും അവിടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ഇരുവരുടെയും മുഖത്ത് വല്ലാത്ത ഭയവും പരിഭ്രമവും നേളിച്ചിരുന്നു. വിശാൽ യമുനയെ കൂട്ടിക്കൊണ്ടുപോയെന്നും കാവേരിയും കൂട്ടരും അവരെ തേടിപ്പോയെന്നും എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നും സുഹൃത്തുക്കൾ വഴി അവരറിഞ്ഞിരുന്നു. കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയില്ല. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് അവർക്കുറപ്പായിരുന്നു. എങ്ങനെയെങ്കിലും ശാരദയെ കണ്ട് കാര്യങ്ങളൊക്കെ മയപ്പെടുത്തി സ്വന്തം മകനെ കുറ്റക്കാരാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ന്യായീകരണം കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ആ വീട്ടിലേക്ക് വന്നത്. പക്ഷേ അവരുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് തന്നെ ശാരദ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. സങ്കടവും ദേഷ്യവും കൊണ്ട് ജ്വലിക്കുന്ന ഒരു കുറ്റിച്ചൂല് കൊണ്ട് തന്നെ ആ ഒരു കുറ്റിച്ചൂല് നിവർത്തി പിടിച്ചുകൊണ്ടായിരിക്കും ശാരദയുടെ നിപ്പ്. ശാരദയെ കണ്ടപ്പോൾ ഒരു നിമിഷം ജയപാലനും പ്രവീണയും വല്ലാതായി. അവരാകെ പതറിപ്പോയി. എങ്കിലും മുഖത്ത് വലിയൊരു വിഷമം വരുത്തി തീർത്തിക്കൊണ്ട് ജയപാലൻ സംസാരിക്കാൻ തുടങ്ങി. ശാരദേ,
ഇവിടുത്തെ മോളെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ വലിയ വിഷമമായി. നമ്മൾ തമ്മിൽ എന്തൊക്കെ ശത്രുക്കളാണെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? അതിനു വേണ്ടിയിട്ടാ ഞങ്ങൾ വന്നത്. ശാരദയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. അവർ കൈ ഉയർത്തി ജയപാലിനെ തടഞ്ഞു. കൂടുതലൊന്നും നിങ്ങൾ അന്വേഷിക്കാൻ വരണ്ട, മര്യാദക്ക് വന്ന വഴിക്കങ്ങ് തിരിച്ചു പോവാൻ നോക്ക്. ഇത് അരവിന്ദന്റെ വീടാ. അതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങളെ എത്രത്തോളം വിശ്വസിച്ച് സ്വന്തം കൂടപ്പുറപ്പിനും പോലെ സ്നേഹിച്ച അരവിന്ദന്റെ വീട്. പക്ഷേ നിങ്ങൾ ചെയ്ത ചതിയോ? നിങ്ങൾക്ക് ശരിക്കും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ കുടുംബത്തോട് ഇത്ര വലിയൊരു ദ്രോഹം ഒരിക്കലും ചെയ്യുമായിരുന്നില്ല. ഇനി കൂടുതൽ ഷോ ഇറക്കാൻ നിൽക്കാതെ ഇറങ്ങിപ്പോവാൻ നോക്ക് ജയബാല. ശാരദയുടെ വാക്കുകൾ ചാട്ടുള്ളി പോലെയാണ് ജയപാലിന്റെയും പ്രവീണയുടെയും നെഞ്ചിൽ തറച്ചത്. രാധമ്മയും ശാരദയെ പിന്തുണച്ചുകൊണ്ട് അവർക്കെതിരെ സംസാരിച്ചു. ചുറ്റും നിൽക്കുന്ന അയൽക്കാരുടെ മുന്നിൽ വെച്ച് ഇത്രയും വലിയൊരു അപമാനം നേരിട്ട ജയപാലിന് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. വേറെ വഴിയില്ലാതെ തല കുനിച്ച് ജയപാലനും പ്രവീണയും ഗേറ്റ് കടന്ന് പുറത്തേക്ക് നടന്നു. എന്നാലും എന്റെ ജയപാലേട്ട, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോയി വിചാരിച്ചില്ലല്ലോ, പ്രവീണ സങ്കടത്തോട് ചോദിച്ചു. ജയപാലൻ ഒന്നും മിണ്ടാതെ പല്ലിറുമ്പി നടന്നു. അവർ കാറിനടുത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും ദൂരെ നിന്നും അതിവേഗത്തിൽ ഒരു കാറ് അവരുടെ അടുത്തേക്ക് വന്ന് പാഞ്ഞു വന്ന് നിന്നു. ബ്രേക്ക് പിടിച്ചതിന്റെ ശബ്ദം അവിടേക്ക് അങ്ങ് മുഴങ്ങി. കാറിന്റെ ഡോറുകൾ തുറക്കപ്പെട്ടു. ആദ്യം തന്നെ യമുന പുറത്തേക്ക് ഇറങ്ങി വന്നു. പിന്നാലെ കാവേരിയും ഗംഗയും. യമുനയെ കണ്ടപ്പോൾ ശാരദയുടെ ഉള്ളിലെ എല്ലാ നിയന്ത്രണങ്ങളും അങ്ങ് നഷ്ടപ്പെട്ടു. എന്റെ മോളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് തന്നെ അവർ മുറ്റത്തേക്ക് ഓടിച്ചെന്നു. രാധമ്മയും ശാരദയും കെട്ടിപ്പിടിച്ച് യമുന അങ്ങനെ പൊട്ടിക്കരയാണ്. കണ്ടു നിന്നവരുടെ എല്ലാം കണ്ണുകൾ നിറയുന്ന ആ ഒരു കാഴ്ചയായിരുന്നു അത്. അത് ചുറ്റും കൂടി നിൽക്കുന്ന അയൽക്കാർ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അടക്കം പറയാനും തുടങ്ങി. അമ്മയൊന്നും വിഷമിക്കേണ്ട, യമുനക്കൊരു കുഴപ്പമില്ല, കാവേരി ശാരദയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് ജയപാലൻ ആൾക്കൂട്ടത്തിനിടയിൽ മുന്നോട്ട് വന്നത്. അയാളുടെ മുഖത്ത് ദേഷ്യമുണ്ടായിരുന്നു. നേരെ കാവേരിയുടെ അടുത്തേക്ക് വന്ന് അയാൾ ചോദിച്ചു, എടി നീ എൻ്റെ മോനെയും കൂട്ടിക്കൊണ്ടു പോയെന്നാണല്ലോ അറിഞ്ഞത്. അവൻ എവിടെ? എൻ്റെ മോൻ എവിടെ? അവൻ എവിടെയാ? അയാൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചോദിച്ചു തീരുന്നതിന് മുൻപ് തന്നെ കാറിന്റെ പിൻവാതിൽ തുറന്ന് വിനീത് ഒരാളെങ്ങ് പുറത്തേക്ക് തള്ളിയിട്ടു. പൊടിയും ചോരയും കലർന്ന മുഖവുമായി വസ്ത്രങ്ങളെല്ലാം തന്നെ കീറിപ്പറഞ്ഞ് അവശനായ നിലയിൽ വിശാൽ മുറ്റത്തെ മണ്ണിലേക്ക് വീണു. പിന്നാലെ നിവിനും കാറിൽ നിന്നും ഇറങ്ങി. മണ്ണിൽ കിടന്ന് സ്വന്തം മകനെ കണ്ടപ്പോൾ ജയപാലിന്റെയും പ്രവീണയുടെയും നെഞ്ചെരിപ്പ് നിന്നുപോയി. വിശാലിന്റെ മുഖത്തെ ചതഞ്ഞ പാടുകളൊക്കെയുണ്ട്. ചുണ്ടിൽ നിന്ന് ചോര ഉണങ്ങിപ്പിടിച്ചിരിക്കുന്നു. അവനെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. എടാ, ജയപാലൻ അലറിക്കൊണ്ട് വിനീതിന്റെ നേരെ പാഞ്ഞെടുത്തു. നീ എന്താണ് ചെയ്തത്? എന്റെ മുന്നിൽ നീ തല്ലിയോടാ? വിനീത് യാതൊരുവിധ കൂസലുമില്ലാതെ ജയപാലിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. തല്ലുക മാത്രമല്ല, വേണ്ടി വന്നാൽ ഞാൻ ഇവനെ അങ്ങ് കൊന്നേനെ. അതുപോലെയുള്ള പരിപാടിയല്ലേ ഇവൻ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് നീ പറയുന്നത്? ജയപാലന്റെ കണ്ണുകൾ കോപം കൊണ്ട് ചൊരിച്ചു. എന്റെ മോനെ നേരെ കൈയുയർത്താൻ നിനക്ക് എങ്ങനെയൊരു ധൈര്യം വന്നടാ? കൈകൾ ഉയർത്ത മാത്രമല്ല, നല്ല രീതിയിൽ തന്നെ അവൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്, വിനീത് ശാന്തമായി എന്ന ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. മക്കളെ ജനിപ്പിച്ചാൽ മാത്രം പോരാ ജയപാലൻ സാറേ, അവരെ നല്ല രീതിയിൽ തന്നെ വളർത്താനും പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചില ഇടിവെട്ട് പണികളൊക്കെ കാരണവർമാരായിട്ട് കിട്ടും. മനസ്സിലായോ നിങ്ങൾക്ക്? അതിന് എൻ്റെ മകൻ എന്ത് തെറ്റാടാ ചെയ്തത്? ജയപാലൻ വിറച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് ശാരദ യമുനയുടെ നേരെ തിരിഞ്ഞത്. അവരുടെ സ്വരത്തിൽ സങ്കടവും പരിഭ്രമവും ഒരുപോലെ ഉണ്ടായിരുന്നു. മോളെ, നീ ഇത് എവിടെയായിരുന്നു? നിനക്ക് എന്തു പറ്റിയതാ? ഗംഗ ഇടയിൽ കയറി പറഞ്ഞു. അമ്മേ, അവളെ വഴക്കൊന്നും പറയല്ലേ, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. യമുന കണ്ണുനീര് തുടച്ചുകൊണ്ട് വിറക്കുന്ന ശബ്ദത്തിൽ സത്യങ്ങൾ ഓരോന്നോരോന്നായി പറയാൻ തുടങ്ങി. ചുറ്റുകൂടിയ നാട്ടുകാരും ജയപാലനും പ്രവീണയും ശ്വാസം അടക്കിപ്പിടിച്ച് അത് കേട്ടു. എന്നെ ഇവൻ വിളിച്ചുകൊണ്ട് പോയതാ അമ്മേ, മാർത്താണ്ഡത്തേക്ക്. എന്ത് മാർത്താണ്ഡത്തേക്കോ? അതെ. ശാരദ ഞെട്ടിപ്പോയി. ആ പേര് കേട്ടപ്പോൾ ജയപാലിന്റെയും പ്രവീണയുടെയും മുഖത്ത് ചോര വാർന്നു. അവരും ഇങ്ങനൊരു വെളിപ്പെടുത്തൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേ അമ്മയെ, യമുന കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവിടെ വിശാലിന്റെ അച്ഛൻ വരുമെന്നും ആ തോട്ടം നമ്മുടെ പേർക്ക് തന്നെ തിരികെ തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ഇവനങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള പൈസ തരാമെന്നും പറഞ്ഞു. ഞാൻ അതൊക്കെ വിശ്വസിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും അവന്റെ സ്വഭാവം അങ്ങ് മാറി. അവൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. എന്നെ ഒരുപാട് തല്ലി അമ്മേ. ഒരു രാത്രി മുഴുവൻ അവൻ എന്നെ ആ വീട്ടിൽ വെച്ച് പിടിച്ചിട്ടു. യമുനയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശാരദയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവർക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദേഷ്യം കൊണ്ട് വിറച്ച് അവർ ജയപാലിന്റെ അടുത്തേക്ക് നടന്നു. കേട്ടോ, നിങ്ങൾ എൻ്റെ മോള് പറഞ്ഞതൊക്കെ കേട്ടോ? ശാരദ അലറി. ഇത്രക്ക് ദുഷ്ടനാണോ നിങ്ങളുടെ മകൻ? ഇതിനു മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ നിങ്ങളോട് ചെയ്തത്? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇത്രയും വലിയൊരു നാണക്കേടുണ്ടായതിന്റെ ജാള്യത ജയപാലിനെ വല്ലാതെ അലട്ടി. അയാൾക്ക് മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിഞ്ഞില്ല. ശാരദയെ, മിണ്ടരുത് നിങ്ങൾ, ജയപാലൻ ദേഷ്യത്തോടെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ജയപാലൻ തിരിഞ്ഞ് നിലത്ത് കിടക്കുന്ന ആ ഒരു വിശാലിന്റെ അടുത്തേക്ക് ചെന്ന് ഒന്നും ചിന്തിക്കാതെ അയാൾ വിശാലിന്റെ കവളിൽ അങ്ങ് ആഞ്ഞടിച്ചു. എടാ, നീ എന്ത് പരിപാടിയാടാ കാണിച്ചത്? അയാൾ വീണ്ടും അവനെങ്ങനെ അടിക്കാൻ ഒതുങ്ങി.
ഹേയ്, വകതീവില്ലാത്ത പരിപാടിയാണോ നീ ഈ കാണിച്ചത്? നിനക്ക് സാമാന്യ ബോധമെന്ന് പറയുന്നത് പോലും ഇല്ലാതായോ? ആൾക്കാരൊക്കെ ചുറ്റുനിന്ന് ഇതൊക്കെ കാണുകയാണ്. സ്വന്തം മകനാണെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പിടിച്ചു നിൽക്കാൻ ജയപാലിനെ ഇപ്പോൾ അവനെ തല്ലാതെ നിവൃത്തിയില്ലായിരുന്നു. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന ആ ഒരു ചിന്ത എന്തൊക്കെ നിയമപ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന് ജയപാലിന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്ത് കാണിക്കാനാടാ നീ ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? ജയപാലൻ അവനെ മർദ്ദിച്ചുകൊണ്ട് ചോദിച്ചു. ആ സമയത്തന്നെ കാവേരി പരിഹാസത്തോടെ പറഞ്ഞു, ഇതൊക്കെ അച്ഛനും മോനും കൂടിയുള്ള ഒത്തുകളിയായിരിക്കുമല്ലേ? അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും മോൻ ചെയ്തതൊക്കെ. എന്നിട്ടിപ്പോ നാട്ടുകാരുടെ മുന്നിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ടില്ലേ വെറുതെ അഭിനയിക്കുന്നതാ നിങ്ങള്? ദേ, അനാവശ്യം പറയരുത് കാവേരി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ജയപാലൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ആര് കണ്ടു? ഇതിനൊക്കെ കാരണം നിങ്ങളും കൂടി തന്നെയായിരിക്കും. നിങ്ങളുടെ മോനല്ലേ ഇവൻ. അവൻ അതല്ല അതിനപ്പുറം ചെയ്യും. കാവേരി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇത് കേട്ട് ജയപാലൻ കൂടുതൽ ദേഷ്യത്തിൽ വിശാലിനെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ പ്രവീണ ഓടി വന്ന് ജയപാലിനെ തടഞ്ഞു. അതേസമയം തന്നെ രാജേശ്വരിയും അങ്ങോട്ടേക്ക് വന്ന് ജയപാലിന്റെ കൈകളിലങ്ങ് പിടിച്ചു മാറ്റിയാണ്. വേണ്ട വേണ്ട ജയപാലേട്ട, അവനെ തല്ലല്ലേ, അവർ കെഞ്ചി. തുടർച്ചയായിട്ടുള്ള അടിയും എല്ലാവരുടെയും മുന്നിൽ വെച്ചുള്ള അപമാനവും വിശാലിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തി. അവന്റെ ഉള്ളിലെ കോപം അണപൊട്ടി ഒഴുകി. അവൻ രാജേശ്വരിയും പ്രവീണയും തള്ളി മാറ്റിയങ്ങ് എഴുന്നേറ്റ് നിന്നു. തല്ലട്ടെ, എന്നെ അങ്ങോട്ടേക്ക് തല്ലിക്കൊല്ലട്ടെ, വിശാൽ അലറി. ചുറ്റും കൂടി നിന്നവർ ഒരു നിമിഷം അങ്ങ് സ്തംഭിച്ചു പോയി. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ അച്ഛന് വേണ്ടിയിട്ടാ, വിശാല കിതച്ചുകൊണ്ട് പറഞ്ഞു. എന്ത്, എനിക്ക് വേണ്ടിയിട്ടോ? ജയപാലൻ ഞെട്ടലോട് ചോദിച്ചു. അതെ, അച്ഛന് വേണ്ടി തന്നെയാ. വിശാലിന്റെ കണ്ണുകൾ പക നിറഞ്ഞിരുന്നു. അച്ഛനെ ഈ കാവേരിയും ബാക്കിയുള്ളവരും കൂടി ചേർന്നിട്ട് ഇൻസൾട്ട് ചെയ്തില്ലേ? അച്ഛനെ അപമാനിച്ചില്ലേ? അപ്പോൾ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാ ഞാനിത് ചെയ്തത്. അവനൊന്ന് നിർത്തി. കാവേരിയുടെയും നിവിന്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. എന്നിട്ട് വല്ലാത്തൊരു ചിരിയോടുകൂടി പറഞ്ഞു, അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം കാവേരിയോട് നിവിനേട്ടൻ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ഐ ലവ് യു കാവേരി എന്നൊക്കെ ആ ഒരു പുറകിൽ നിന്ന് ഉറക്കി വിളിച്ചു പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് വ്യക്തമായി കേട്ടതാണ്, കണ്ണുകൊണ്ട് വ്യക്തമായി കണ്ടതാണ്. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ രാഗിണി ചേച്ചിയുമായിട്ട് നിവിന്റെ കല്യാണം ഉറപ്പിച്ചതല്ലേ, അതുകൊണ്ട് കാവേരിയോട് ഐ ലവ് യു പറയുന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ. ആ വാക്കുകൾ അവിടെ ഉണ്ടായ പ്രകമ്പനം ചെറുതു. ആ വാക്കുകൾ കേട്ടതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രകമ്പനം ചെറുതായിരുന്നില്ല. ഒരു നിമിഷം ജയപാലനും പ്രവീണയും തറഞ്ഞുപോയി. കാവേരി നിവിനും ഞെട്ടലോടുകൂടെ പരസ്പരം നോക്കി. നാട്ടുകാരുടെ ഇടയിൽ വെച്ച് മുറുമുറുപ്പുകൾ ഉയർന്നു. നിവിന് പെട്ടെന്ന് ദേഷ്യം ഇരിച്ചു കയറി. അവൻ വിശാലിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. എടാ, നീ എന്താടാ പറഞ്ഞത്? ഇല്ലാത്ത അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നാലുണ്ടല്ലോ. എന്താ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? വിശാലി യാതൊരുവിധ ഭയവുമില്ലാതെ തിരിച്ചു ചോദിച്ചു. നിവിൻ എന്തും ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. എന്നാൽ കാവേരി പെട്ടെന്നിനെ സമനില വീണ്ടെടുത്തു. അവൾ മുന്നോട്ട് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അതെ, പുതിയ തന്ത്രങ്ങളൊന്നും ഇറക്കിക്കൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വരണ്ട. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അത് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. നീ എൻ്റെ യമനോട് ചെയ്ത ഈ വലിയ ദ്രോഹമുണ്ടല്ലോ, അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എന്നിട്ട് അവൾ ജയപാലിന്റെ നേരെ തിരിഞ്ഞ് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, പിന്നെ ജയപാലൻ സാറെ, കരുതി വെച്ചോ, ഇതിനുള്ള കൂലി ഞാൻ ഏതായാലും സാറിന് തന്നിരിക്കും. ഇത് കാവേരിയുടെ വാക്കാ. ആ വാക്കിന്റെ ഉള്ളിലെ തീക്ഷ്ണത ജയപാലിനെ വല്ലാതെ പൊള്ളിച്ചു. കൂടുതൽ അവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ വേഗത്തിൽ വിശാലിന്റെ കയ്യിൽ കയറി പിടിച്ചു. ഇങ്ങോട്ടേക്ക് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ അവനെ വലിച്ചഴിച്ചുകൊണ്ട് കാറിലേക്ക് നടന്നു. ബാക്കിൽ നിന്ന് തന്നെ, ബാക്കി നിനക്ക് ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരാം. പ്രവീണയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. സ്വന്തം മകൻ ചെയ്ത തെറ്റ് എത്രമാത്രം വലുതാണെന്ന് അവർക്ക് മനസ്സിലായി. യമുനെ പോലൊരു പാവം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചു എന്ന വാർത്ത നാട്ടുകാർക്കിടയിൽ ഉണ്ടാകുന്ന നാണക്കേട് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ചുറ്റും കൂടി നിൽക്കുന്ന അയൽക്കാരുടെയൊക്കെ കുറ്റപ്പെടുത്തുന്ന നോട്ടങ്ങൾ നേരിടാൻ കഴിയാതെ തല കുനിച്ച് അപമാനഭാരത്താൽ നീറുന്ന മനസ്സോടുകൂടി പ്രവീണ ജയപാലിന്റെ പിന്നാലെ നടന്നു. ആ കുടുംബത്തിന്റെ പതനത്തിന്റെ തുടക്കം മാത്രമായിരുന്നു അത്. കാലം അവർക്കായി കാത്തുവച്ചിരിക്കുന്ന വലിയൊരു തിരിച്ചടികളുടെ തുടക്കം മാത്രം. അങ്ങനെ ഈ പുഴയും കടന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.